ഉന്നതരുടെ ജാമ്യാപേക്ഷകളിൽ മെഡിക്കൽ ടൂറിസമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഹൈക്കോടതി. മെഡിക്കൽ ഗ്രൗണ്ടിൽ ജാമ്യം നൽകുന്ന പരിപാടി താൻ കുറെ കാലമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി പരാമർശം. ഹർജിയുടെ മെറിറ്റിൽ മാത്രം വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജയിലിൽ ചികിത്സ ഉറപ്പാക്കുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ, ഭൂഗർഭ റെയിൽപാത DPRന് അംഗീകാരം. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് DPR തയ്യാറായത്. മന്ത്രിസഭ അനുമതി നൽകി. 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചത്. 2028 ഡിസംബറിന് മുന്നേ റെയിൽപാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വികസനത്തിന്റെ ഒരു പുതിയ മുഖം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ, ഭൂഗർഭ റെയിൽ പാതയുടെ DPRനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽവേയുടെ DPRനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത്. 2028 ഈ റെയിൽവേയുടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കൊങ്കൺ റെയിൽവേക്കാണ് ഭൂഗർഭ റെയിൽവേ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. 12 കിലോമീറ്ററാണ് റെയിൽവേയുടെ നീളമെന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചരക്ക് ഗതാഗതത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ഒരുപക്ഷെ ഭൂഗർഭ റെയിൽവേയുമായിട്ട് അല്ലെങ്കിൽ ഭൂഗർഭ റെയിൽവേ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കൊണ്ടുവന്ന ചരക്ക്, ദ്രവ്യഖര ചരക്കുകൾ റെയിൽവേ ഗുഡ്സ് മാർഗം റെയിൽവേ വഴി കണക്ട് ചെയ്ത് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും വികസനത്തിന്റെ ഏറ്റവും വലിയൊരു ഘട്ടം കൂടിയാണ് ഒരുപക്ഷെ റെയിൽവേ നിർമ്മാണം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും 9 കിലോമീറ്ററോളം ഈ ഭൂമിക്കടിയിൽ തന്നെ ആയിരിക്കും. പിന്നീട് വരുന്ന 3 കിലോമീറ്റർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നിടത്ത് ഭൂമിയുടെ പുറത്തുമുള്ള രീതിയിലായിട്ടാണ് ഇത്തരത്തിൽ റെയിൽവേ നിർമ്മാണം പുരോഗമിക്കുക. അതോടൊപ്പം തന്നെ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ പുരോഗമിക്കുന്നു. എന്തായാലും വലിയൊരു വികസന പദ്ധതിക്കാണ് ഈ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. DPRന് അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഭൂഗർഭ റെയിൽവേ എന്ന ആശയത്തിലേക്ക് പോകുന്നത്. കൊങ്കൺ റെയിൽവേയാണ് നിർമ്മാണം നടത്തുക. രോഹിണി, ശരി. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.